ഇക്കഴിഞ്ഞ 9 വർഷത്തിലേറെയായി തുടരുന്നതാണ് പശ്ചിമബംഗാൾ സ്വദേശി സോമൻ ഡബ്നാഥിന്റെ എയ്ഡ്സിനെതിരെയുള്ള ലോകസഞ്ചാരം. 98,000 കിലോമീറ്ററുകൾ പിന്നിട്ട സൈക്കിൾ സവാരിക്കൊടുവിലാണ് സോമൻ ഇപ്പോൾ ദോഹയിൽ എത്തിച്ചേർന്നത്. ഇതിനിടയിൽ ചെറുതും വലുതുമായ 1018 യാത്രകൾ, പിന്നിട്ടതാകട്ടെ 79 രാജ്യങ്ങൾ. അവയിൽ 42 യൂറോപ്യൻ രാജ്യങ്ങൾ, 24 ഏഷ്യൻ രാഷ്ട്രങ്ങൾ, തെക്കൻ ആഫ്രിക്കയിലെ 4-ഉം തെക്കൻ അമേരിക്കയിലെ 2-ഉം രാജ്യങ്ങൾ. എയ്ഡ്സിനെതിരെയുള്ള ബോധവൽക്കരണവും ഭാരതീയ സംസ്കാരത്തിന്റെ പ്രചരണവും ലക്ഷ്യമിട്ട സോമന്റെ യാത്രകൾക്ക് പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഏറെയായിരുന്നു. 24 ദിവസത്തെ താലിബാൻ തീവ്രവാദികളുടെ ബന്ധനവും 6 പ്രാവശ്യം മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നടന്ന കൊള്ളയും 8 തവണ ഏൽക്കേണ്ടി വന്ന മർദ്ദനവും മറക്കാനാവില്ലെന്ന് സോമന്റെ പക്ഷം. തന്റെ 14-ാമത്തെ വയസ്സിൽ വായിച്ചെറിഞ്ഞ എയ്ഡ്സ് ക്യാൻസറിനേക്കാൾ ഭയാനകം എന്ന ലേഖനമാണ് തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറ്റിമറിച്ചതെന്നാണ് അദ്ദേഹം ദോഹയിൽ മാധ്യമപ്രവർത്തകരോട് അഭിപ്രായപ്പെട്ടത്. ഇതിനിടയിൽ ഇന്ത്യക്കകത്ത് 28 സംസ്ഥാനങ്ങളിലും എയ്ഡ്സിനെതിരെയുള്ള പ്രചരണവുമായി സൈക്കിൾ സവാരി നടത്തിയിട്ടുണ്ട് ഈ ചെറുപ്പക്കാരൻ. വിവിധ രാഷ്ട്രത്തലവന്മാരായ 17 പ്രസിഡന്റുമാരെയും 48 പ്രധാനമന്ത്രിമാരെയും സന്ദർശിച്ചു കഴിഞ്ഞ സോമൻ ഡബ്നാഥ് 160 മന്ത്രിമാരെയും 75 സ്ഥാനപതിമാരെയുമാണ് തന്റെ യാത്രകൾക്കിടയിൽ നേരിട്ട് കണ്ടത്. സോമന്റെ പ്രചരണയാത്രകൾക്ക് സമാപനമാകുക 2020-ലാണ്. അതിനിടയിൽ സന്ദർശിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 191ആയും പിന്നിട്ട വഴികളുടെ ദൈർഘ്യം 2 ലക്ഷം കിലോമീറ്ററായും ഉയരും.